വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിൽ എത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവന്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിനു ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. ആധ്യാത്മിക രംഗത്തെ മാനുഷിക വിഭ്രാന്തികൾ. യേശുവിന്റെ അനുയായികളായിട്ടുള്ള ജനങ്ങളിൽ അത്ര കണ്ട് വിരളമല്ലാത്ത വിധത്തിൽ അവരുടെ മതാത്മക ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രധാനമായും 2 തരത്തിലുള്ള വിഭ്രാന്തികൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനാവുന്നതാണ്. ഒരു വിഭ്രാന്തി സത്യം കണ്ട് മിഥ്യയാണെന്ന് ധരിക്കുന്ന ഒരു വിഭ്രാന്തി. രണ്ടാമത്തെ വിഭ്രാന്തി മിഥ്യ കണ്ട് അത് സത്യമാണെന്ന് ധരിക്കുന്ന മറ്റൊരു വിഭ്രാന്തി. ഇതിൽ ആദ്യത്തെ വിഭ്രാന്തി സത്യം കണ്ട് അത് മിഥ്യയാണെന്ന് വിചാരിക്കുന്ന വിഭ്രാന്തിയാണ് യേശുവിന്റെ കാലഘട്ടത്തിലെ യേശുവിന്റെ തന്നെ സഹപ്രവർത്തകരും അനുയായികളുമായിട്ട് ജീവിച്ചിരുന്ന ആളുകളുടെ ഇടയിലാണ് കൂടുതൽ ആ തരം വിഭ്രാന്തി നാം ദർശിക്കാനിടവരുന്നത്. അതിൽ വളരെ പ്രത്യേക രീതിയിൽ ശിക്ഷണം ലഭിച്ചിട്ടുള്ള ശിഷ്യന്മാരും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ശിഷ്യകളും അതിൽപ്പെടുന്നതായിട്ട് കാണാം. സാക്ഷാൽ യേശു തന്നെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാർക്ക് അത് ഭൂതമായിട്ട് വിചാരം വരുന്നു. എന്തോ അപരിചിതൻ എന്ന രീതിയിൽ അവർക്ക് തോന്നുന്നു. ശിഷ്യകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാക്ഷാൽ യേശുവിന്റെ സാന്നിധ്യം തോട്ടക്കാരനായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നു. അപരിചിതന്റെയും ഭൂതത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരെ ധരിക്കുന്നു. രണ്ടാമത്തെ വിഭ്രാന്തി താരതമ്യേന ആധുനിക ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഭ്രാന്തിയാണ്. അത് മിഥ്യ കണ്ട് സത്യമാണെന്ന് ധരിക്കുന്ന വിഭ്രാന്തി. സാധാരണ തെറ്റ് കാണുമ്പോൾ ശരിയാണെന്ന് വിചാരിക്കുന്ന വിഭ്രാന്തി. തിന്മയുടെ എല്ലാതരം ശക്തികളും, അത് വ്യക്തികളാകാം, വസ്തുതകളാകാം, സംഭവങ്ങളാകാം, അതിലൊക്കെ പരിശുദ്ധി കാണാൻ സാധിക്കുന്ന, ദൈവികത കാണുന്ന ഒരു തരം വിഭ്രാന്തി. സാധാരണ മനുഷ്യനെ ആദൈവമായിട്ട് കാണാൻ ഇടവരുന്ന വിഭ്രാന്തി. സാമാന്യ സംഭവങ്ങളെ അത്ഭുതകരമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു വിഭ്രാന്തി. ആ വിഭ്രാന്തിയാണ് യഥാർത്ഥത്തിൽ മിഥ്യ കണ്ട് അത് സത്യമാണെന്ന് വിചാരിക്കുന്നത്. ഈ 2 തരം വിഭ്രാന്തികളിൽ കൂടുതൽ ആപൽക്കരം ഏതാണ് എന്ന് ചോദിച്ചാൽ ചിന്തിക്കും തോറും മനസ്സിലാകും അത് രണ്ടാമത്തെ വിഭ്രാന്തി, ആധുനിക ലോകത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഭ്രാന്തിയാണ് മനുഷ്യന് കൂടുതൽ ആപത്തുണ്ടാക്കി വെക്കുന്നത്. എന്നാൽ ഈ തരം 2 വിഭ്രാന്തികളിൽ പെടാത്ത മറ്റൊരു തരം പ്രതിഭാസം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നതാണ് ഇന്നത്തെ സുവിശേഷം. യേശു പരസ്യ ജീവിതകാലത്ത് താമസിച്ചിരുന്ന സ്ഥലമാണ് കഫർനഹൂം പട്ടണം. ആ കഫർനഹൂം പട്ടണത്തിൽ യേശു സന്നിഹിതനായിരുന്ന അവസരത്തിൽ ഒരുപാട് പേര് യേശുവിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി കണ്ടുമുട്ടുന്നതിനായിട്ട് വന്നുകൂടുന്നു. അവരോട് യേശു സംസാരിക്കുന്നു, അവരെ പലതും പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ യേശുവിന്റെ പ്രബോധനങ്ങൾ കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം സുവിശേഷം അയാളെ വിശേഷിപ്പിക്കുന്നത് പിശാച് ബാധിതനായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു രോഗി. ഇവിടെ ഈ രോഗം സുബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്.
സുബോധം നഷ്ടപ്പെട്ട മനുഷ്യനെ യേശുവിനെ കണ്ട് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു. ഇതാണ് ഇവിടത്തെ പ്രത്യേകത. എന്നാൽ സുബോധമുള്ള ആളുകളാണ് താരതമ്യേന ആദ്യത്തെയും രണ്ടാമത്തെയും വിഭ്രാന്തിക്ക് പെട്ട ആളുകൾ. താരതമ്യേന സുബോധമുള്ള വ്യക്തികളാണെന്നാണ് അംഗീകരിക്കപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തി സുബോധം നഷ്ടപ്പെട്ട വ്യക്തിയാണ്. മാനസിക രോഗമോ, സുവിശേഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിശാച് ബാധിതൻ, സുബോധം നഷ്ടപ്പെട്ടുള്ള മനുഷ്യൻ. ഈ വ്യക്തി യേശുവിനെ തിരിച്ചറിഞ്ഞ് ആ മനുഷ്യൻ വിളംബരം ചെയ്യുകയാണ്: താങ്കളെ എനിക്കറിയാം, താങ്കൾ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം അയച്ചവനാണ് താങ്കൾ. അതുകൊണ്ട് ഒരു തരത്തിലും എന്റെ കാര്യത്തിൽ ഇടപെട്ട് അത് കൊളാക്കരുത്. ഇതാണ് ഇവിടത്തെ പ്രത്യേകത. ഇവിടെ സാധാരണ യേശുവിന്റെ അനുയായികളായിട്ടുള്ള ആധുനിക മനുഷ്യരിലെ സംഭവിക്കാൻ ഇടവരുന്ന വലിയൊരു ആപത്തിന്റെ സൂചന ഇവിടെ നൽകുന്നുണ്ട്. തിന്മയുടേതായിട്ടുള്ള ശക്തികള് ചിലപ്പോ നമ്മളെ പ്രകീർത്തിക്കുന്നതായിട്ട് കാണാം, നമ്മൾ ഒരു തരത്തിൽ പുകഴ്ത്തുന്നതായിട്ട് കാണാം. ആ തിന്മയുടേതായിട്ടുള്ള ശക്തികളിലെ നിക്ഷിപ്ത താല്പര്യത്തിലേക്ക് നമ്മളെ വലിച്ച് അടുപ്പിക്കാൻ വേണ്ടി കൂടിയായിരിക്കണം. അവരുടേതായിട്ടുള്ള കാര്യസാധ്യത്തിന് വേണ്ടി, നമ്മളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ചിലപ്പോ നമ്മളെ പുകഴ്ത്തുന്നതും അംഗീകരിക്കുന്നതുമായിട്ട് കാണാം. അത് വലിയൊരു ആപത്താണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിനെ സാമാന്യം സുബോധം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആ മനുഷ്യൻ പോലും യേശുവിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധനാണ് എന്ന് പ്രകീർത്തിക്കുക. എന്നാൽ അവിടെ തന്നെ സുബോധമുള്ളവരായിട്ടുള്ള ആളുകള് പലരും യേശുവിനെ വേണ്ടത്ര തിരിച്ചറിയാത്ത സ്ഥിതിവിശേഷം. സുബോധം നഷ്ടപ്പെട്ട വ്യക്തി തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. യേശു ഈ തരത്തിലുള്ള ആപത്ത് മുൻകൂട്ടി കണ്ടിട്ട് എന്ന് വേണം വിചാരിക്കാൻ. ശക്തമായ രീതിയിലുള്ള നിലപാടുകളും പ്രതിരോധവും ആണ് യേശു അവിടെ ചെയ്യുന്നത്. അതിലെ അപകടം മണത്തറിഞ്ഞുകൊണ്ട് തത്വങ്ങൾക്കും പ്രമാണങ്ങൾക്കും അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വളരെ നിഷ്ഠയോടും വളരെ ശക്തമായ രീതിയിലും ആണ് യേശുവിന്റെ നിലപാട്. ആ തിന്മയുടെ പ്രലോഭനത്തിന് അടിമപ്പെടാതെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരു തരത്തിലും അടിമപ്പെടാതെ അതിനെ അതിജീവിക്കുന്ന യേശുവാണ് നമ്മുടെ മുമ്പിൽ ഇന്നത്തെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. ഇത് നമുക്കുള്ള വലിയൊരു സന്ദേശമാണ്. പല പ്രലോഭനങ്ങളും നമ്മളെ ആകർഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം കണ്ടുമുട്ടേക്കാം. തിന്മ തിന്മയാണെന്നും നന്മ മാത്രമേ നന്മയായിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി തത്വം ബലികഴിക്കാതെ നിഷ്ഠയോടും ചിട്ടയോടും കൂടെ നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന സത്യം ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് വിചാരിക്കാം.